കർത്താവിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകും. സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ദാവീദിന്റെ ഒരു സംഗീതം. സ്തോത്രം. രാഗം, താളം ഇതൊന്നും നമ്മുടെ വിഷയമാണ്. സ്തോത്രം. നമുക്ക് വിഷയമുള്ളത്, നമുക്ക് കാര്യമുള്ളത് നമ്മുടെ കർത്താവിനോട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കാര്യമുള്ളത് നമ്മുടെ ദൈവത്തോടായിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് നമ്മുടെ അതിലും കാര്യമാണ്. കാരണം പലരും ഈ സമയം പിശാചിനെ ആരാധിച്ചു നടക്കുമ്പോൾ, പിശാചിനെ മഹത്വം കൊടുത്തു നടക്കുമ്പോൾ, അവരെപ്പോലെ തന്നെ ഒരു സാധക ജീവിയായ എന്നെയും നിങ്ങളെയും ഇങ്ങനെ കൊണ്ടുവന്ന് ഈ പായിലിരുത്തി അവന്റെ അണുവേറിയ വചനങ്ങൾ നമ്മെ കേൾപ്പിക്കുമ്പോൾ, സ്തോത്രം, അവന് തോന്നിയ കരുണ, അവന് തോന്നിയ അവന്റെ ഇഷ്ടം എത്രയോ വലിയത്. സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. 9 വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനം, ഇത് ചിന്തിക്കാൻ പോയാൽ ഇവിടെ എന്നും അവസാനിക്കുന്നില്ല. 9 വാക്യം മാത്രമേ ഉള്ളൂ. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ എന്ത് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം കർത്താവ് നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. വൈരികളെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ദൃശ്യമായതുകൊണ്ട്, അദൃശ്യമായതുകൊണ്ട്. ദൃശ്യമായത് എന്ന് പറയുമ്പോൾ നമുക്കെതിരായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും തടസ്സമായി എതിരായി ആരൊക്കെ എന്തൊക്കെ എഴുന്നേറ്റ് വരുന്നോ ഇതൊക്കെ ദൃശ്യമാണ്. സ്തോത്രം. എന്നാൽ അദൃശ്യം എന്ന് പറയുന്നവരെ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്തോത്രം. പക്ഷെങ്കിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇന്ന് ഒത്തിരി ആഗ്രഹത്തോടുകൂടി ആയിരിക്കുന്നു ആരാധനയ്ക്ക് പോകാൻ. പക്ഷേ സമയമായപ്പോൾ എന്തെന്ന് അറിയത്തില്ല, വല്ലാത്ത തലവേദന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ട്. അദൃശ്യം. സ്തോത്രം. അദൃശ്യമാണ് നിൽക്കട്ടെ. ദൃശ്യമായതിനെ പറ്റി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് മുൻപോട്ട് പോകാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കും. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് എതിരായ ഗോലിയാത്ത് എന്ന ഒരു മകൻ പുറപ്പെട്ടു. അവൻ 6 പുരോഹിതൻ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിലും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് ഗോലിയാത്ത് എന്ന വ്യക്തിയാണ്. സ്തോത്രം. ഈ ഗോലിയാത്തിന്റെ വെല്ലുവിളി ഇസ്രായേൽ നിരകളെ നോക്കിക്കൊണ്ട്, ഇസ്രായേൽ നിരയെ നോക്കിക്കൊണ്ടുള്ള വെല്ലുവിളിയാണ്. സ്തോത്രം. ദൈവങ്ങളെ, ദൈവത്തിന്റെ പൈതലിനെതിരെയുള്ള വെല്ലുവിളി. ആര് അതിനെ സധൈര്യം ഏറ്റെടുക്കുന്നു? ആര് അതിനെ ഒരു എന്താ പറയുക, സ്തോത്രം, വെല്ലുവിളിയായിട്ട് അതിനെ ഏറ്റെടുക്കുന്നു? ഓർക്കുക, നീ ആ വെല്ലുവിളിയെ ഏറ്റെടുക്കുമ്പോൾ, അതിന് കൈ കൊടുക്കുമ്പോൾ തന്നെ പിശാചിന്റെ മണ്ടക്കുള്ള ആദ്യത്തെ വഴി വീഴുക. സ്തോത്രം. വെല്ലുവിളി കേൾക്കുമ്പോൾ ഗോലിയാത്ത് മഹാമനുഷ്യൻ, 6 അടിയും 1 ചാണും ഉയരമുള്ള ഒരു മനുഷ്യൻ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ സകല സൈന്യവും ഭയന്ന് നിറച്ച് അവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ പ്രതിസന്ധിയെ ഞാൻ മറികടക്കും എന്ന് ചിന്തിക്കുമ്പോൾ, സ്തോത്രം, ഒരുവൻ അതിൽ നിന്നും എഴുന്നേറ്റേ മതിയാവൂ. ഒരുവൻ അതിൽ നിന്നും എഴുന്നേൽക്കണം. എന്തിനെന്നാൽ ആ ഒരു കൂട്ടത്തിന്റെ കാര്യങ്ങളിൽ പോകാം. സ്തോത്രം. ഇത് സന്ധ്യയെങ്കിൽ ഈ കൂട്ടം നടുവിൽ നിന്നും ചില എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ദൈവങ്ങളെ, വെല്ലുവിളികളുണ്ട്. നിന്നെ ഞാൻ മുമ്പോട്ട് വിടത്തില്ല, നിന്നെ കൊണ്ട് ഞാൻ ആരാധിക്കുന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ നിന്നെ ഞാൻ പറഞ്ഞേക്കത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന
വെല്ലുവിളിക്കുന്ന ഒരു സാധാരണ ഗോലിയാത്തുണ്ട്. സ്തോത്രം. ഇന്ന് സന്ധ്യയിൽ ആര് കൈ കൊടുക്കുന്നു, ആര് എഴുന്നേൽക്കുന്നു? അല്ലെങ്കിൽ ഗോലിയാത്തെ ഞാൻ വരുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറയാൻ ഇന്ന് ദൈവങ്ങളിൽ ആർക്കൊണ്ട് ധൈര്യം? നിന്റെ ഒരു വാക്കിനാൽ അവൻ ഇരിക്കും. സ്തോത്രം. നിന്റെ ഒരു വാക്കിനാൽ അവൻ പിന്മാറും. പക്ഷെങ്കിൽ അവൻ എത്രത്തോളം മുൻപോട്ട് നിന്നോ അത്രത്തോളം നിങ്ങളുടെയും എന്റെയും ധൈര്യം ക്ഷയിക്കുന്നു എന്നുള്ളതിനെ വിളിച്ചു കാണിക്കുന്നു. സ്തോത്രം. നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം. പിശാച് വെല്ലുവിളിയായിട്ട് വരുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ കണ്ടുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ നേരിടുവാനുള്ള, അവന്റെ എതിരെ ധൈര്യപൂർവ്വം ചെല്ലുവാനുള്ള അഭിഷേകം പ്രാപിച്ചവരായി വേണം ഞാനും നിങ്ങളും ആയിരിക്കുവാൻ. അഭിഷേകം ഇല്ലാത്തവരെ പിശാചിന് കാര്യമില്ല. സ്തോത്രം. കാരണം അവരറിയാം ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെങ്കിൽ അഭിഷേകം പ്രാപിച്ച ഞാനും നിങ്ങളും ഇങ്ങനെ ഇരുന്നാൽ പോരാ. സ്തോത്രം. ഒരു പണി കൂടെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒന്നുകൂടെ മുൻപോട്ട് വരണം. എന്തെന്നാൽ കർത്താവിന് നിന്നെ കുറിച്ച് ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ കുറിച്ച് ചെയ്യിപ്പിക്കുവാൻ ആവശ്യമുണ്ട്. പക്ഷേ എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന മടി എന്ന് പറഞ്ഞ ആത്മാവിനെ ഇന്ന് സന്ധ്യകൾ ആര് പുറത്താക്കി കളയാൻ വേണ്ടി ശ്രമിക്കുന്നു, അവന്റെ മേൽ വിജയം കൽപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ സ്തോത്രം, ധൈര്യപൂർവ്വം ഏറ്റെടുക്കണം. വെല്ലുവിളികളെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കണം. ഓരോ പുസ്തകം ഗോലിയാത്തിനോട് വെല്ലുവിളിക്കുമ്പോൾ ഒരു വീരച്ചെറുക്കനായ ദാവീദ് മാത്രം ഇറങ്ങി ചെല്ലുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വരുന്നു നിന്റെ നേരെ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നീ വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ പിശാചേ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 5 കല്ലെടുത്തു. 5 കല്ലെടുത്തപ്പോൾ അതിൽ തന്നെ അവന്റെ ലക്ഷ്യവും അവന്റെ ഉന്നവും ദൈവം കൃത്യമാക്കി കൊടുത്തു. ദൈവമക്കളെ, നമ്മൾ എവിടെ ഒരു സ്റ്റെപ്പ് വെക്കുന്നു? എന്തിന് നമ്മൾ താല്പര്യപ്പെടുന്നു? ദൈവിക വിഷയത്തിൽ നമ്മൾ എപ്രകാരം മുൻപോട്ട് നമ്മുടെ സ്റ്റെപ്പ് വെക്കുന്നു, അതിനനുസരിച്ച് അല്ലെങ്കിൽ ശത്രുവിനെ പകരെ ദൈവം മിണ്ടാതെയാകും. പക്ഷെങ്കിൽ പലപ്പോഴും ഇത് തടസ്സം വരുന്നത് ഇത് കേട്ടുകൊണ്ട് ഞാൻ നിങ്ങൾ മിണ്ടാതിരിക്കും. ഒരിക്കലും ഇതിനവസരം കൊടുക്കരുത്. സ്തോത്രം. എന്തുകൊണ്ടാൽ അവന് ചെറിയൊരു ചാൻസ് മതി, ചെറിയൊരു പഴുത് മതി പിശാച് കയറി പിടിക്കുവാൻ. എന്നാൽ ദാവീദിന് ഈ കൂട്ടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തന്റെ രക്ഷന്മാരുടെ സ്നേഹം, അവരുടെ സന്തോഷം അറിയുവാൻ വേണ്ടി ചെന്ന ദാവീദ് തനിക്ക് മനസ്സിലായി ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ഒറ്റ ധൈര്യമില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ അഭിഷേകം പ്രാപിച്ച ദാവീദ് ധൈര്യപൂർവ്വം 5 കല്ല് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കവണയിൽ ചുറ്റി ഒറ്റയേപ്പോൾ ഒരു മലനായ ഗോലിയാത്ത് വീടുമെങ്കിൽ ദൈവത്തിന്റെ മകനെ നിന്റെയും എന്റെയും പ്രാർത്ഥനയിൽ, നിന്റെയും എന്റെയും ആരാധനയിൽ, എന്റെയും നിന്റെയും ഒരു വാക്കിൽ പിശാച് വീഴണം. ഒറ്റ വാക്കിൽ പിശാച് വീഴും. പക്ഷേ സ്തോത്രം, എത്രത്തോളം നമുക്ക് താല്പര്യമുണ്ട്, എത്രത്തോളം നമുക്ക് ആഗ്രഹമുണ്ട്, സ്തോത്രം, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ഓർക്കണമേ സ്തോത്രം, ഒരു കാരണവശാലും അവന് ചാൻസ് കൊടുക്കരുത്. സ്തോത്രം. ധൈര്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തോട് ആരാധന ചോദിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം സ്റ്റെപ്പ് വെക്കുന്ന ആരുണ്ടോ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ഇടയായിരിക്കും. സ്തോത്രം. ഒറ്റയാളിയാകുന്നു. കവറയിൽ ചുറ്റി ഒറ്റയാളിയപ്പോൾ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് പിതാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മലനായ ഗോലിയാത്ത് വിടുവെങ്കിൽ അല്ലെങ്കിൽ ദൈവങ്ങളെ നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ആരാധനയിൽ ചില ഗോലിയാത്തുമാരെ ഈ ദിവസങ്ങളിൽ വീഴും. സ്തോത്രം. പക്ഷെങ്കിൽ വീഴണം എന്ന് നീ ആഗ്രഹിക്കുമ്പോൾ ഇരിപ്പിന് വ്യത്യാസം കൊടുത്തേ മതിയോ? അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പും കൂടെ ദൈവത്തോടടുത്തേ ദൈവത്തിന് ജയിപ്പിക്കാറുണ്ട്. സ്തോത്രം. നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധം, നിന്റെ കയ്യിൽ അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ആയുധം അത് ധരിക്കുവാനല്ലോ. ദൈവത്തിന്റെ സർവ്വായുധ വർഗം നിന്റെയും എന്റെയും ധരിപ്പിച്ചിരിക്കുമ്പോൾ അത് വേണ്ടിയെടുത്ത് വേണ്ടവണ്ണം അത് പ്രയോഗിക്കുവാനും ദൈവത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ആയുധവർഗം ധരിച്ച ഞാനും നിങ്ങളും ആയുധം പ്രയോഗിക്കുവാനും പഠിപ്പുള്ളവരാ. സ്തോത്രം. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജടികമല്ല. സ്തോത്രം. ഒന്നിനോടും കയ്യേറുവാൻ നമുക്ക് അധികാരമില്ല. ഒന്നിനോടും കയർക്കുവാൻ നമുക്ക് അധികാരമില്ല. നമ്മുടെ അധികാരം, നമ്മുടെ അവകാശം പ്രാർത്ഥനയും ആരാധനയും ദൈവവചനവും ദൈവിക ചിന്തകളുമായിരിക്കാം. ഇതിന്റെ മുമ്പിൽ സർവ്വതും നീങ്ങുമ്പോൾ പക്ഷേ
നിങ്ങളും ഡെഡിക്കേറ്റഡ് ആണ് സന്ദേശിക്കുന്നത്. ചോദ്യമാ, ആരും എങ്കിൽ ദൈവം ജയിപ്പിക്കാൻ പോവാ. സ്തോത്രം. അല്ലെങ്കിൽ ഗോലിയാത്തുമാരാണെന്ന് അന്നൊരു ഗോലിയാത്ത് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഗോലിയാത്തുമാരാണ്. സ്തോത്രം. എന്തിന്? നിന്റെ ആരാധന കുറയ്ക്കണം, നിന്റെ പ്രാർത്ഥന കുറയ്ക്കുക. അവന് മനസ്സിലാകുന്നുണ്ട്, അവൻ വർഷങ്ങളായിട്ട് നാളുകളായിട്ട് പൂട്ടി കെട്ടിവെച്ചിരുന്ന ഇനി ഇതിന് മേലെ ഒരു വിടുതലില്ല എന്ന് പറഞ്ഞ് അവൻ ആധിപത്യം വെച്ചിരുന്ന പല വിഷയങ്ങളും നീ നിന്റെ കരുത്താൽ പ്രാപിക്കുമ്പോൾ, നിന്റെ കരുത്തിൽ നീ അതിനെ ഉപയോഗിക്കുമ്പോൾ, നിന്റെ കരുത്തിൽ നീയും നിന്റെ കുടുംബവും അതിനെ അനുഭവിക്കുമ്പോൾ അവൻ വെറുതെ ഇരിക്കത്തില്ല. സ്തോത്രം. അതിനെ ഒരുങ്ങിക്കൊള്ളുക, കച്ച കെട്ടി ഇറങ്ങുക. അല്ലെങ്കിൽ എന്തിന്? കർത്താവിന് വേണ്ടി പിശാചിന്റെ തലയിൽ തകർക്കുവാൻ ദൈവം അധികാരം തന്നിരിക്കുമ്പോൾ. സ്തോത്രം. അധികാരം പ്രാപിച്ച് ഇവിടെ നമുക്ക് എവിടെയാ അവൻ അധികാരം തന്നിരിക്കുന്നത്? നമ്മുടെ കീഴില, കാൽ കീഴില. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. കാൽ കീഴ്. സ്തോത്രം. പിശാചിന് നമ്മുടെ കാൽ കീഴില. ഒരിക്കലും അവൻ പൊങ്ങി വരുവാൻ നമ്മൾ അവസരം കൊടുക്കരുത്. സ്തോത്രം. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. എല്ലാവർക്കും വചനകാരിയുണ്ട്, ആരാധനയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവം തന്നിരിക്കുന്ന അധികാരം തക്കവണ്ണം ഉപയോഗിക്കാൻ പലരും പല സന്ദർഭങ്ങളിലും വളർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ എന്ന സന്ദേഹങ്ങൾ അവരുടെ ദൈവത്തിന്റെ പൈതലെ ഓർത്തുകൊള്ളുക. നിനക്ക് ദൈവം നൽകുന്ന അവസരങ്ങൾ, ദൈവം നൽകുന്ന അവരുടെ സർവ്വായുധ വർഗം നീ യഥാവണ്ണം അത് ഉപയോഗിക്കുന്നുവെങ്കിൽ ഒരു പിശാചും നിനക്ക് സ്വാധീനിക്കുക. സ്തോത്രം. അസാധ്യം എന്ന് പറഞ്ഞ പല വിഷയങ്ങൾ നാം പ്രാപിച്ചവരാം. സ്തോത്രം. അല്ലെങ്കിൽ ഇത് രക്ഷയില്ല എന്ന് വീട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു. സ്തോത്രം. പക്ഷേ അതിന്റെ ഒക്കെ നടുവിൽ ദൈവം പാലിച്ചുവെങ്കിൽ സ്തോത്രം. ഓർക്കണമേ, ദൃശ്യമായ ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ട് ദൈവമകൾ പിന്നോക്കം പോകരുത്. ദൃശ്യമായ ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ട് ക്രിസ്ത്യൻ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈസിയാണ് നമ്മുടെ ക്രിസ്തീയത മുഴുവൻ. നമ്മുടെ കുഴപ്പമില്ലല്ലോ, ഇന്ന് പ്രാർത്ഥിച്ചു, രാവിലെ പ്രാർത്ഥിച്ചു, വൈകിട്ട് മറുപടി. എന്തുവാ എളുപ്പമായ കാര്യങ്ങൾ. സ്വന്തം അതല്ല, ചിലത് നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, ചിലത് നമുക്ക് അവൻ തരണമെന്നുണ്ടെങ്കിൽ നാം ചില വില കൊടുത്തേ മതിയാകും. സ്തോത്രം. അല്ലെങ്കിൽ ഒരു ഇസ്രായേലിന്റെ സർവ്വതും പേടിച്ച് ഭയന്ന് നിന്നപ്പോൾ ഓരോ സ്തോത്രം ദാവീദ് മാത്രം അതിന് നടുവിൽ ഇറങ്ങിച്ചെന്നു, ധൈര്യപോലെ ഇറങ്ങിച്ചെന്നു. എന്തെന്നാൽ അല്ലെങ്കിൽ ഏതിലും വ്യാപരിക്കുന്ന ഈ അഭിഷേകത്തിന് സകലത്തെയും കൽക്കീഴാക്കുവാൻ സാധിക്കും എന്നുള്ളത് തെളിവ്. സ്തോത്രം. ഒറ്റയേരിൽ ഗോലിയാത്ത് വിടുവെങ്കിൽ അല്ലെങ്കിൽ ഏതോ സന്ദേഹികൾ എതിരായി വാദിക്കുന്ന അല്ലെങ്കിൽ ദൈവജനത്തിന്റെ അഭിവൃദ്ധിക്കും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും തടസ്സമായി വ്യാപരിക്കുന്ന ഗോലിയാത്തിന്റെ ശക്തികൾ ഏതോ സന്ധികൾ തകർന്നു മാറട്ടെ. നമ്മുടെ ആരാധനകൾ തകർന്നു മാറട്ടെ. നമ്മുടെ ധ്യാനങ്ങൾ തകർന്നു മാറട്ടെ. സഭയുടെ സാധ്യതയിലേക്ക് ദൈവസഭയെ കർത്താവ് കൊണ്ടുപോകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവങ്ങളെ നാം ഒരു ചെറിയ കൂട്ടമാണ്. എത്ര വലിയ അസാധ്യതകളാണ് നാം പ്രാപിച്ചത്. സ്തോത്രം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല. ഇനി ദൈവത്തിന്റെ മക്കൾക്കും അവർക്കെതിരായി വ്യാപരിക്കുന്ന ദൃശ്യമാകുന്ന മറ്റൊരു ശക്തിയെ കൂടെ നമുക്ക് പരിചയപ്പെടാം. സ്തോത്രം. ഒരു സമ്പന്നത്തും തോബിയാവും തടസ്സപ്പെടുത്തില്ല. നെഹമ്യാവും കൂട്ടരും മതിൽ പണിയുമ്പോൾ ഇവരുടെ ലക്ഷ്യം ആ മതിൽ പണിയിക്കരുത്. സ്തോത്രം. നമുക്ക് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. സ്തോത്രം. അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. സ്തോത്രം. കോപം പൂണ്ട് മഹാരോഷം പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ച ഒരു സമ്പന്നത്തും ഒരു തോബിയാവിനും കൊണ്ട് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അസ്തമിപ്പിക്കാവുന്ന ഒരു രീതിയല്ല കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇവകളെ എതിരുകൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, ഇവരുടെ കാര്യം ഇവർ ഒരു തരത്തിലും ഈ മതിൽ പണിയിക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. സ്തോത്രം. അല്ലെങ്കിൽ ഇവർക്ക് ഏത് വിധേനയും ഈ മതിൽ
പണി മുൻപോട്ട് പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദുർബലന്മാരെ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് അവരെ സമ്മതിക്കുമോ, അവർ യാഗം കഴിക്കുമോ, ഒരു ദിവസം കൊണ്ട് പണിയെടുത്ത് കളയുമോ, എന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ചിന്തിക്കുമോ, എന്തെല്ലാം പരിഹാസങ്ങളാണ്. ഏതെല്ലാം തരത്തിൽ ഒരു ദൈവമല്ലേ താൻ ആയിരിക്കുന്ന രക്ഷയിൽ നിന്ന് പിന്മാറ്റുവാൻ തക്കോണോ ഏതെല്ലാം വാത്സല്യങ്ങൾ ഉപയോഗിക്കാമോ അതൊക്കെയും ഉപയോഗിച്ചുകൊണ്ട് ഇവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക. സ്തോത്രം. പിന്തിരിപ്പിച്ചാൽ അവനറിയാം ഇതിന്റെ പണി നടക്കത്തില്ല. പിന്തിരിപ്പിച്ചാൽ അവനറിയാം ഇത് അങ്ങനെ നടക്കത്തുള്ളൂ, എന്റെ കാര്യം സാധിക്കും, എന്റെ വിഷയങ്ങൾക്ക് ഒന്നിനും ഒരു പ്രശ്നവുമില്ലാതെ എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോകും. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരുവനെ അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുക്കുമെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം, ഒരു യഹൂദനെയെങ്കിലും ദൈവം അതിനുവേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വൈദ്യരെ എന്റെ സന്ദേഹികൾ അല്ലെങ്കിൽ ഏതിലോ പ്രതികൂലോ പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ഓർക്കണമേ, ദൈവത്തിന്റെ പദ്ധതിയുള്ളത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം പ്രതികൂലം വരട്ടെ, പ്രശ്നം വരട്ടെ, എങ്കിലേ നിങ്ങളുടെ എന്റെ ആത്മീയ ജീവിതത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. മുൻപേ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് ഈസിയായി സാധിക്കുന്നുവെങ്കിൽ കാര്യങ്ങൾ ഈസിയാ. നോ, പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, അവന്റെ നടുവിലും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നമ്മുടെ മേൽ പകർന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, പിശാചിന്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കാത്തവരല്ല, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. സ്തോത്രം. നാം എപ്പോഴാണത്, നാം എന്ന് കർത്താവിനാൽ പിടിക്കപ്പെട്ടു, നാം എന്ന് കർത്താവിന്റെ കൂടെ നമ്മുടെ യാത്ര ആരംഭിച്ചു, അന്ന് മുതൽ എനിക്കും നിങ്ങൾക്ക് മനസ്സിലായി പിശാചുണ്ട് എന്നും അവന്റെ പ്രവൃത്തി ഭയങ്കരമെന്നും മനസ്സിലായി. അല്ലേ? സ്തോത്രം. പക്ഷെങ്കിൽ അല്ലെയോ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവം ചിലത് എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും ഉദ്ദേശിക്കുന്നുവെങ്കിൽ എവിടെ പൊളിഞ്ഞതിനെ പണിയിക്കുവാനും നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം പണിയിപ്പിക്കുക തന്നെ ചെയ്യും. ചിലതിനെ കെട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നുവെങ്കിൽ ദൈവം കെട്ടിക്കുക തന്നെ ചെയ്യും. ചിലതിനെ അഴിച്ചു വിടുവാൻ ദൈവം അധികാരം തന്നുവെങ്കിൽ ദൈവം അഴിച്ചു വിടുക തന്നെ ചെയ്യും. സ്തോത്രം. ഇതിന് തക്കവണ്ണം ഞാനും നിങ്ങളും ദൈവത്തിന്റെ കാര്യത്തിൽ ഇണങ്ങിയ പാത്രമായിരിക്കണം. സ്തോത്രം. വായിച്ച സംഗീതത്തിലെ 5-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. കർത്താവ് പോലും സമ്പന്നനായിരിക്കെ, മഹാസമ്പന്നനായിരിക്കെ ദരിദ്ര വേഷം കെട്ടി അവൻ താഴലോകത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ഇറങ്ങി വന്നു. പക്ഷേ ഇന്ന് പലർക്കും ഇത് ഒരു വലിയ ക്രെഡിറ്റാണ്. സംഭവം ശരി തന്നെ, ക്രെഡിറ്റായിട്ട് എടുത്തോ. പക്ഷെങ്കിൽ ദൈവഭാഗം നീ താഴാത്ത നിന്റെ ക്രെഡിറ്റിനെ ആരംഗീകരിക്കും? സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകം അത് നമ്മെ സകലത്തിലും മതിയാക്കുന്നവരാണ്. ആ അഭിഷേകം നമുക്ക് ബുദ്ധി ഉപദേശിക്കും. ആ അഭിഷേകം നമ്മെ വഴിതെടുത്തും നാം എങ്ങും തെറ്റിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നെയും നിന്നെയും ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകലത്തിന്റെ മേലും വാഴുവാൻ അധികാരം തന്നിരിക്കുന്ന ദൈവത്തെ മറന്നു പോകരുത്. മനുഷ്യൻ മറക്കും, പക്ഷെങ്കിൽ ദൈവത്തിന്റെ ജനമേ നാം അങ്ങനെയാകരുത്, നാം അങ്ങനെയാകരുത്. സ്തോത്രം. സംഗീതം വിളിച്ചു പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ. സ്തോത്രം. ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും. ദൈവമുമ്പാകെ എന്തെങ്കിലും ദൈവത്തിന് വിയോജിപ്പായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കോ, ഉണ്ടെങ്കിൽ മാറ്റിക്കോ. എന്റെയും നിങ്ങളുടെയും ആത്മീയ വർദ്ധനവിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തെ പ്രവർത്തിക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ സകല പുകഴ്ചയ്ക്കും മഹത്വത്തിനും യോഗ്യൻ നമ്മുടെ
ഒരുവൻ മാത്രമാണ്. ആ കർത്താവിനെ തുടർന്നും ആരാധിപ്പാനും മഹത്വപ്പെടുത്താനും ആവശ്യമായ ദൈവകൃപ അവൻ നമ്മുടെ ഓരോരുത്തരുടെ മേലും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓരോ നിമിത്തത്തെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം കർത്താവ് ഈ രാത്രി ഈ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.